പുറത്തും മഴ നല്ല ശക്തി പ്രാപിക്കുന്നുണ്ടേ. അപ്പോൾ അകത്ത് നമുക്ക് നല്ല ചൂടുള്ള കൊഴുക്കട്ടയും ഇലയുടെയും ആയാലോ? വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കുക. 2 കപ്പ് അരിപ്പൊടി നല്ലപോലെ ഇളക്കി ചൂടാക്കിയെടുക്കുക. ഈ അരിപ്പൊടിയുടെ പാകം അറിയാനേ നമ്മൾ ഇളക്കിയിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതൊന്ന് കയ്യിലൊന്ന് എടുത്ത് നോക്കുമ്പോൾ നല്ല തരി പോലെ വരും. ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി വെട്ടിത്തിളച്ച വെള്ളം നമ്മളെടുത്ത് 1 കപ്പ് എടുത്തിട്ട് അതിലേക്ക് അത് കുറച്ച് ആ അരിപ്പൊടിയിലേക്കിട്ട് ഒരു സ്പൂൺ, നല്ല കട്ടിയുള്ളൊരു സ്പൂൺ എടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പിടാൻ ഞാൻ വിട്ടുപോയതാണ്. ഉപ്പ് കൂടി ഇടുക. എന്നിട്ട് നമ്മൾ കുറച്ചായിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ കുറച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഇത് വെള്ളം മിക്സ് ആയിട്ടുണ്ടോ എന്ന്. വീണ്ടും ഞാൻ 1 കപ്പ് വെള്ളം കൂടി എടുത്തു. 1 കപ്പ് വെള്ളം കൂടി എടുത്തിട്ട് കുറച്ചായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പാകത്തിന് നമ്മൾ നോക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ആയിട്ടില്ല, എല്ലാ ഭാഗത്തും വെള്ളം ആയിട്ടില്ല. നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന ഒന്നും നമ്മുടെ ലൈഫിൽ നടക്കാറേ ഇല്ല. അപ്പം നമ്മൾ പക്ഷെങ്കിൽ നടക്കുന്ന പോലൊക്കെ അങ്ങ് പോവുക എന്ന് വിചാരിച്ചിരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ അതിനെപ്പറ്റി ഓർത്തിരിക്കാതെ നമ്മൾ കുറച്ചൊക്കെ ജീവിതത്തിൽ ആക്റ്റീവ് ആകാനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആകാനും നമ്മൾ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ പൊടി കുറച്ചുകൂടെ മിക്സായി വന്നിട്ടുണ്ട്. കണ്ടോ? നമ്മളത് ഇനിയിപ്പം നമ്മൾ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് പൊടിയൊന്ന് ഇളക്കി നോക്കാം. ഇളക്കി നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് തോന്നി. ഞാനൊരു അല്പം വെള്ളം കൂടെ ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ടേ. തളിച്ചു കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്പൂണിട്ട് ഇളക്കി നോക്കുക. ആ ചൂട് ഏകദേശമൊക്കെ മാറിയിട്ടുണ്ടാവും. ആ വെള്ളത്തിലോട്ടൊന്ന് കൈ മുക്കിയിട്ട്, പച്ചവെള്ളം എടുത്ത് വെച്ചിരിക്കുന്നതിലോട്ടൊന്ന് കൈ മുക്കിയിട്ട് ഞാനതൊന്ന് കുഴച്ചെടുക്കുക. കണ്ടോ? നല്ല പാകം, കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് കുഴയ്ക്കാൻ പറ്റും. ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പൊടിയിട്ട് ഇളക്കി. പക്ഷെ ഞാനത് ചെയ്ത് കഴിയുമ്പോൾ എനിക്കത് ശരിയായി വന്നിട്ടേ ഇല്ല. എങ്ങനെ നോക്കിയിട്ടും തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ട് മിക്സ് ചെയ്ത് ഒരു കുറുക്കിയെടുക്കുന്ന ഒരു രീതിയത്. പക്ഷേ പല വീഡിയോയിലും പലർക്കും അത് നല്ല സക്സസ് ആവാറുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നുന്നതും സോഫ്റ്റായിട്ട് വരുന്നതും. അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളേതായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി ഞാൻ ഇല എടുത്തിട്ടുണ്ട്. ഇലയ്ക്കകത്ത് വലിയൊരു വാഴയിലയുണ്ട്. ഞാനത് കട്ട് ചെയ്ത് 2ആയിട്ടാക്കി ചെറിയ ഇലയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നത്. കഴുകി വൃത്തിയാക്കി എടുക്കണേ. വാഴയില എടുക്കുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനതൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ആവശ്യത്തിന് എടുത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ ആവശ്യത്തിന് ചക്കരപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു ശകല ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇല എടുത്തിട്ട് നമ്മൾ ആ മാവ് കണ്ടോ, ചെറിയൊരു ബൗൾ മാവ് എടുക്കുക. മാവ് എടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. വെള്ളത്തിലൊന്ന് കൈ മുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എൻ്റെ വിരലുകളൊക്കെ കണ്ടോ വളഞ്ഞിരിക്കുന്നത്? എല്ലാം വളരെ ഷേപ്പ്ലെസ് ആണ്. ആർത്രൈറ്റിസ് പിന്നെ ഇതുകൊണ്ട് ഇപ്പം മാനേജ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഒരു വിരൽ വല്ലതുമേ ഇപ്പം 10 വിരലിൽ ഒരു വിരൽ മാത്രമാണ് ഇപ്പം വളയാതിരിക്കുന്നത്. വളരെ പെയിൻഫുള്ളുമാണ്. അപ്പോൾ ഇതിനെല്ലാം മാനേജ് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. നന്നായിട്ട് പരത്തി കൊടുക്കണം. നന്നായിട്ട് പരത്തി തണുത്ത വെള്ളത്തിൽ കൈ മുക്കി നമ്മൾ പരത്തി കൊടുക്കുന്നുണ്ടോ. ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, മിക്സ് കുറച്ച് ഒത്തിരി ഒന്നും ഇടണ്ട, അധികം കട്ടിക്കിടണ്ടാണ്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് വരത്തക്ക വിധം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ്. അത് ഒത്തിരി മധുരവും തോന്നുകയില്ല. കണ്ടോ? എന്നിട്ട് ആ ഇല ഒന്ന് നന്നായിട്ട് മടക്കി കൊടുക്കുക. ഇല നന്നായിട്ട് മടക്കി കൊടുത്ത് അത് മാറ്റി വെക്കുക. അടുത്ത ഇല എടുക്കുക. നടുക്കൂടെ പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഈ ഇലയൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. വാട്ടിയെടുത്തു. ഒന്ന് സ്റ്റൗവിലൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിലോട്ട് വെച്ചിട്ട് വാട്ടിയെടുക്കാം. അത്രയേ ഉള്ളൂ. കണ്ടോ? ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ഇല നല്ല അന്നേ വരെ ഇരിക്കും, പൊട്ടിപ്പോകത്തില്ല. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ നന്നായിട്ട്
ഒന്ന് കണ്ടോ തണുത്ത വെള്ളത്തിലൂടെ കൈ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് മിക്സ് അതുപോലെ തന്നെ ഇടുക. അത് മടക്കി വെച്ച് അടുത്തതും അങ്ങനെ തന്നെ എടുത്ത് അപ്പോൾ ഈ രീതിയിൽ നമ്മളിത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങായും മിക്സ് ചെയ്ത് വെച്ചിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ തേങ്ങായും ചക്കരയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഏലക്കായ ഇട്ടിട്ടുണ്ട്, ജീരകവും ഇട്ടിട്ടുണ്ട്. മിക്സ് ചെയ്ത് അതുപോലെ തന്നെ അടുത്തതും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ രീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പുറത്ത് നല്ല മഴ ശക്തി പ്രാപിക്കുന്നുണ്ട്. സത്യത്തിൽ നമുക്കൊന്നും ഇവിടെ വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും അനേകം പേര് ക്യാമ്പുകളിലൊക്കെ കഴിയുന്നുണ്ട്. ഈ ദുരിതത്തിൽ നിന്ന് എത്രയും പെട്ടെന്നൊന്ന് കരകയറാൻ പ്രാർത്ഥിക്കുക. നമ്മൾ ഈ അടയെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മാവ് അധികമുണ്ട്, അതുകൊണ്ട് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. കൊഴുക്കട്ട കണ്ടോ, നടുവൊന്ന് കുഴിച്ച് കണ്ടോ, ഇങ്ങനെ കൊടുത്താൽ മതി. ഇത് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ മിക്സ് വെച്ചിട്ട് അങ്ങ് അടച്ച് വെക്കാം. അടച്ച് വെച്ച് അതൊന്ന് ഉരുട്ടി അങ്ങ് മാറ്റി വെക്കാം. അതുപോലെ അടുത്ത ഒരു ചെറിയ ബോളായിട്ട് എടുത്താൽ മതി കേട്ടോ, വലുതായിട്ട് എടുക്കണ്ട. ചെറിയ ബോളായിട്ട് എടുത്ത് നമ്മൾ കൈ വെച്ചിട്ട് അതിന് നടുവേ ഇങ്ങനെ കുഴിച്ച് കൊടുക്കണം. അപ്പം കണ്ടോ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊരു കൊട്ട പോലെ ഇരിക്കും. ഇതിനകത്ത് നമുക്ക് മിക്സ് വെച്ചിട്ട് നമുക്ക് കൊഴുക്കട്ട എല്ലാം ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ രീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന്, അതായത് ഒരു ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കറക്റ്റ് മിക്സാണ് എടുത്തത്. നമ്മൾ അധികം ഒത്തിരി തേങ്ങയൊക്കെ എടുത്ത് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം വേസ്റ്റ് ആയിപ്പോയി. അതുകൊണ്ട് കണ്ടോ എല്ലാം നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇലയുടെ ആദ്യം വെച്ചു, എന്നിട്ട് നമ്മൾ കൊഴുക്കട്ടയും കൂടെ വെച്ചു. നന്നായിട്ട് ആവി വരുന്നുണ്ടെങ്കിൽ ഒന്ന് തീ കൂട്ടി വെക്കുക. അതിന് ശേഷം തീ കുറച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. കണ്ടോ നല്ല സൂപ്പർ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദാ കണ്ടോ, ഇത് ഞാൻ അല്പം ശർക്കര കൂട്ടി വെച്ച ഒരെണ്ണമാണേ. ഇവിടെ പിള്ളേർക്ക് തേങ്ങ അധികം വേണ്ട, ശർക്കര കുറച്ച് കൂട്ടി വെച്ചാൽ മതി. ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ, ഷെയറും കൂടെ ചെയ്യണേ. ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുമോ? താങ്ക് യു.